ശ്വാസകോശത്തിലെ പ്രധാന നാളിയായ ട്രാക്കിയ ചുരുങ്ങിയതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ 3.5 മാസം മാത്രം പ്രായമുള്ള പാനൂർ പുത്തൂർ സ്വദേശിയായ കുഞ്ഞിന്റെ ജീവൻ കണ്ണൂർ ആസ്റ്റർ മിംസിൽ വെച്ച് ബ്രങ്കോസ്കോപ്പിലൂടെ രക്ഷിച്ചെടുത്തു. സാധാരണഗതിയിൽ ശസ്ത്രക്രിയ ആവശ്യമായി വരുന്ന സാഹചര്യത്തെയാണ് ശസ്ത്രക്രിയ ഇല്ലാതെ അതിജീവിക്കാൻ കണ്ണൂർ ആസ്റ്റർ മിംസിലെ പാൾമോളജി വിഭാഗം ഡോക്ടർമാർക്ക് സാധിച്ചത്. ന്യൂമോണിയ ബാധിച്ച് ഗുരുതരാവസ്ഥയിലായ സാഹചര്യത്തിലായിരുന്നു കുഞ്ഞ് ചികിത്സ തേടിയത്. വെന്റിലേറ്റർ പിന്തുണ ഉൾപ്പെടെ ആവശ്യമായി വന്ന കുഞ്ഞിന് 1 മാസത്തോളം ചികിത്സ അനിവാര്യമായി വന്നു. തുടർന്ന് അസുഖം ഭേദമായി ഡിസ്ചാർജ് ചെയ്യാനും സാധിച്ചു. എന്നാൽ പിന്നീട് കുഞ്ഞിന് ശ്വാസതടസ്സവും ശ്വസിക്കുമ്പോൾ കുറുകുറുക്കലും ശ്രദ്ധയിൽപ്പെട്ടു. മാത്രമല്ല മുലിയൂട്ടുമ്പോൾ കുഞ്ഞിന് നീല നിറമാകുന്നതും മാതാവ് ശ്രദ്ധിച്ചു. ഈ അവസ്ഥയിലാണ് കുഞ്ഞിനെ കണ്ണൂർ ആസ്റ്റർ മിംസിൽ എത്തിച്ചത്. വിശദ പരിശോധനയിൽ ശ്വാസനാളം ചുരുങ്ങിയതായി കണ്ടെത്തുകയായിരുന്നു. ബങ്കോസ്കോപ്പിക്ക് ശേഷം കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായി ഡിസ്ചാർജ് ചെയ്യാൻ സാധിച്ചു എന്ന് ഡോക്ടർ വിഷ്ണു ജി കൃഷ്ണൻ പറഞ്ഞു. ഈ കുട്ടി ഒരു പ്രീടേം കുട്ടിയായിരുന്നു, പ്രീമച്വർ കുട്ടിയാണ്. മാസം തികയാതെ പ്രസവിച്ച ഒരു കുട്ടിയായിരുന്നു. അയാൾ 8 മാസം കഴിഞ്ഞപ്പോഴാണ് അയാൾ ഡെലിവറി ആയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അയാൾ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റഡ് ആയിരുന്നു. അവിടുന്ന് ഒരു 3 വീക്സ് കഴിയുന്ന സമയത്താണ് ബാവ ഡിസ്ചാർജായിട്ട് പോകുന്നത്. അതിനുശേഷം വീട്ടിലായിരുന്നു. വീട്ടിൽ നിന്ന് കുട്ടിക്ക് ന്യൂമോണിയയുടെ ലക്ഷണങ്ങൾ വന്നിട്ടാണ് രണ്ടാമത് അഡ്മിഷൻ ആവുന്നത്. അപ്പോൾ രണ്ടാമത്തെ അഡ്മിഷൻ്റെ സമയത്ത് തന്നെ കുട്ടിയെ ഡയറക്റ്റ് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. കാരണം അയാളുടെ അസുഖം അത്രയും സിവിയർ ആയിരുന്നു. അവയുടെ ബാക്കിയുള്ള ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എക്സ്റേക്കകത്തായി കഴിഞ്ഞാലും CT-കകത്തായി കഴിഞ്ഞാലും ഒക്കെ ന്യൂമോണിയയുടെ ലക്ഷണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ RSV എന്ന് പറയുന്ന ഒരു വൈറസാണ് ആ കുട്ടിയുടെ ന്യൂമോണിയയ്ക്ക് കാരണമായിട്ടുള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ RSV ന്യൂമോണിയകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾക്ക് ന്യൂമോണിയ വന്നു കഴിഞ്ഞാൽ അത് മാറാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയമെടുക്കും, പ്രത്യേകിച്ചിട്ടും പ്രീടേം കുട്ടികൾക്ക്. അപ്പോൾ ഈ വാവയും അതുപോലെ തന്നെ ഒരു പ്രീടേം കുട്ടിയായിരുന്നു, അത് മാസം തികയാതെ ജനിച്ച കുട്ടിയാണ്. അപ്പോൾ അതിന് പുറമെ അയാൾക്ക് ന്യൂമോണിയ വരികയും ചെയ്തു. അപ്പോൾ RSV ന്യൂമോണിയ കാരണം കുട്ടി കുറച്ചധികം ദിവസം വെന്റിലേറ്ററിൽ വെക്കേണ്ടിയും വന്നിട്ടുണ്ട്. ഇന്റർവെൻഷണൽ പാൾമോളജി വിഭാഗം ഡോക്ടർ അവിനാഷ് മുരുകൻ, തൊറാസിക് സർജൻ വിഭാഗം ഡോക്ടർ ദിൽരാജ്, നിയോനോട്ടോളജി വിഭാഗം ഡോക്ടർ ഗോകുൽദാസ്, ENT വിഭാഗം ഡോക്ടർ മനു തുടങ്ങിയവർ ചികിത്സയ്ക്ക് നേതൃത്വം നൽകി. ഇന്റർവെൻഷണൽ പൾമോളജിയുടെ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി ആ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ള കാര്യം വളരെ വിനയത്തോടും സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി ഞങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ഈ കുട്ടി ശ്വാസതടസ്സം ആയി വന്ന് അസാധാരണമായ ഒരു ശബ്ദം തൊണ്ടയിൽ നിന്ന് സ്ട്രൈഡർ എന്ന് പറയും. അത്തരം രോഗലക്ഷണങ്ങളുമായി പ്രസന്റ് ചെയ്ത് നിയോനെറ്റോളജിയിൽ അത് കൃത്യമായി രോഗനിർണയം നടത്തി സബ്ഗ്ലോട്ടിക് സ്റ്റീനോസിസ് എന്ന് പറയുന്ന വോക്കൽ കോഡിൽ ജസ്റ്റ് താഴെ മെയിൻ ശ്വാസനാളമായ ട്രക്കിയുടെ തുടക്ക ഭാഗത്ത് ഒരു സ്റ്റീനോസിസ്, ഒരു ചുരുക്കം സംഭവിച്ചതായി കണ്ടെത്തുകയും അത് ഇന്റർവെൻഷണൽ പൾമണോളജി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ബ്രോങ്കോസ്കോപ്പിയിലൂടെ നീക്കം ചെയ്യുകയാണ് ഉണ്ടായത്. CT എടുത്തപ്പോൾ റേഡിയോളജിസ്റ്റ് അത് തന്നെയാണ് ഒപ്പീൻ ചെയ്തത്. അപ്പോൾ കുട്ടിയെ ട്രക്കോപ്ലാസ്റ്റി അല്ലെങ്കിൽ ബലൂൺ ബ്രോങ്കോപ്ലാസ്റ്റിക്ക് ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം മീറ്റിംഗ് ENT, തൊറാസിക് സർജറി, നിയോനറ്റോളജി, പൾമണോളജി എല്ലാവരും കൂടിയിരുന്ന് ചെയ്തു നോക്കാമെന്ന് തീരുമാനിച്ചിട്ട് ചെയ്തതാണ്. ബ്രോങ്കോസ്കോപ്പ് ഇട്ട് നോക്കുമ്പോൾ കുട്ടിയുടെ ട്രക്ക ഏകദേശം ഒരു 90% ഓളം അടഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ബ്രോങ്കോസ്കോപ്പിന്റെ അകത്തൂടെ തന്നെ ചെറിയ 3 കട്ട് ഇട്ടിട്ട് അതിൻ്റെ അകത്തൂടെ തന്നെ ഒരു ബലൂൺ ഇട്ടിട്ട് ബലൂൺ വികസിക്കുമ്പോൾ ഈ ചുരുങ്ങിയ ഭാഗം വികസിക്കുകയും പിന്നെ അതിനുശേഷം കുട്ടിക്ക് തനിയെ തന്നെ ഈ സ്ട്രൈഡറും ബാക്കി സൗണ്ടും ഒന്നും ഇല്ലാണ്ട് ശ്വാസം എടുക്കാൻ പറ്റുകയും ചെയ്യും. ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ എളുപ്പമാണ്. ഈ പറഞ്ഞ പോലെ ഒരു പ്രീടേം ബേബി, വെയിറ്റ് കുറഞ്ഞൊരു ബേബി, ഏജ് 3 മാസം പ്രായമുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടീനെ ഇങ്ങനത്തെ ഒരു പ്രൊസീജിയറിലേക്ക് നയിച്ചപ്പോഴത്തേക്ക് നമുക്കൊരു MDT മീറ്റിംഗ് തന്നെ വേണ്ടി വന്നു. ലൈക്ക് അതിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻവോൾവ് ആണ്, എസ്പെഷ്യലി അവർ അനസ്തേഷ്യ ടീം. കാരണം ഈ നമ്മളെല്ലാവരും സെയിം എയർവേ ആണ് ഷെയർ ചെയ്ത് പ്രൊസീജിയർ ചെയ്യുക. എന്നുവെച്ചാൽ സെയിം സമയത്ത് കുട്ടിക്ക് ഓക്സിജൻ കൊടുക്കാൻ പറ്റണം, സെയിം സമയത്ത് നമ്മുടെ എക്യുപ്മെൻറ്റ്സ് പാസ് ചെയ്യാൻ പറ്റണം. അതൊരു വലിയൊരു ചലഞ്ചായിരുന്നു. ബേസിക്കലി ഫസ്റ്റ് സിറ്റിംഗ് കഴിഞ്ഞപ്പോൾ കുട്ടി ഏകദേശം ഒരു മോർ ദാൻ ഒരു
90% സിംറ്റമാറ്റിക്കലി ബെറ്ററായി. സെക്കൻഡ് സിറ്റിംഗ് കഴിഞ്ഞു, അതും കഴിഞ്ഞപ്പോൾ തേർഡ് സിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നിയർലി ഫുൾ ക്യൂർ എന്ന് തന്നെ പറയാം. ഇപ്പോൾ 2 days ബാക്ക് കുട്ടി ഒപ്പിൽ വന്നിരുന്നു. കണ്ണൂർ ആസ്റ്റർ മിംസിൽ ട്രക്കിയ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. കണ്ണൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഈ പലപ്പോഴും കുറെ ഹോസ്പിറ്റൽസ് ഉണ്ടെങ്കിലും പല ഡോക്ടർമാരും ഇതെന്താണ് എന്ന് കണ്ടുപിടിക്കാൻ തന്നെ പറ്റാത്തത് കൊണ്ട് ഇവിടുന്ന് കുറെ ആൾക്കാർ എവിടെയൊക്കെയോ പോയിട്ട് എന്തൊക്കെയോ ചികിത്സ നടത്തി അവസാനം ബുദ്ധിമുട്ടുന്നതും കണ്ടു. അപ്പോൾ ഈ നമ്മുടെ സാങ്കേതിക വിദ്യ മനുഷ്യന്റെ ഇച്ഛാശക്തി രണ്ടും കൂടെ ചേരുമ്പോൾ മാത്രമേ ഇത് വിജയിക്കൂ. അങ്ങനെയുള്ള ഒരു ഡോക്ടർമാരുടെ സംഘം കണ്ണൂരുണ്ടാവുന്നു എന്നുള്ളത് വലിയ ആശാവഹമായ കാര്യമാണ്. കാരണം ഞങ്ങളും ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഇടപെടുന്നത്. അത് സമൂഹത്തിന്റെ ശ്വാസം മുട്ടൽ തടയാനുള്ള ചില കാര്യങ്ങളിലൊക്കെയാണ് ഞങ്ങൾ ഇടപെടുന്നത്. അത് ചിലപ്പോ ആ ഓപ്പറേഷൻ പലപ്പോഴും പരാജയപ്പെടാറുണ്ട്, ചിലത് വളരെ സക്സസ് ആകാറുമുണ്ട്. ഇങ്ങനെ ഓരോ ഓപ്പറേഷൻ ഇല്ലാതെ കാര്യങ്ങൾ നടക്കുന്നത് വളരെ ചുരുക്കമാണ്. ഇങ്ങനെ ഓപ്പറേഷൻ ഇല്ലാതെ ഒരു കുട്ടി ഇനി വലിയവർക്കും ഇതൊരു വലിയ അനുഗ്രഹമാവും ആവട്ടെ എന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പം ഹോസ്പിറ്റലുകളുടെ ഇത് കൂടിയത് കൊണ്ടൊന്നും കാര്യമില്ല. നമ്മൾ ഉള്ള നമ്മുടെ സാധ്യതകൾ നമ്മൾ ഉപയോഗിക്കും. നമുക്കൊരു സ്പേസ് ഉണ്ട്, ആ സ്പേസ് ഉപയോഗപ്പെടുത്താൻ പറ്റുക എന്നുള്ളതാണ് പ്രധാനം. കാരണം നിങ്ങളുടെ വളരെ ഇപ്പം പലർക്കും അറിയാത്ത അത്രയും കഴിവുള്ള തരം ഡോക്ടർമാരൊക്കെ ഇവിടെ കണ്ണൂരും പരിസരത്തൊക്കെയാണ്. ഡോക്ടർ ശ്രീജിത്ത് എംഒ, ഡോക്ടർ വിഷ്ണു ജി കൃഷ്ണൻ, ഡോക്ടർ അവിനാഷ് മുരുകൻ, ഡോക്ടർ ദിൽരാജ്, ഡോക്ടർ ഗോകുൽദാസ്, ആസ്റ്റർ മിംസ് AGM ഓപ്പറേഷൻ ബിബിൻ ജോർജ്, ഡെപ്യൂട്ടി CMS ഡോക്ടർ അമിത് ശ്രീധരൻ തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. സമഗ്ര ന്യൂസ്, പാനൂർ.